ഹരേ കൃഷ്ണ. ഗണം ഒന്നെങ്കിൽ ഗുണം 10 എന്നാണല്ലോ. അതെ, ജ്യോതിഷപ്രകാരം ഓരോ വ്യക്തികളെയും 3ആയി തരംതിരിച്ചിരിക്കുകയാണ്. ഈ 3 വിഭാഗത്തെയും 3 ഗണത്തിലായാണ് തിരിച്ചിരിക്കുന്നത്. ദേവഗണം, മനുഷ്യഗണം, അസുരഗണം എന്നിവയാണ് ഇതിലുള്ളത്. വ്യക്തിയുടെ ജനന ചാർട്ടിൽ നിലവിലുള്ള ചന്ദ്രന്റെ അവസ്ഥയാണ് ഈ ഗണങ്ങളെ നിയന്ത്രിക്കുന്നത്. ജ്യോതിഷമനുസരിച്ച് വധുവും വരനും ഒരേ ഗണത്തിൽ പെടുന്നവരാണെങ്കിൽ അവരുടെ സംഗമം തികഞ്ഞതാണ്. കാരണം അവരുടെ സ്വഭാവ സവിശേഷതകളും സ്വഭാവവും ഒന്നുതന്നെയാണ്. തൽഫലമായി രണ്ടും തമ്മിലുള്ള അനുയോജ്യത, സ്നേഹം, ധാരണ, ബന്ധം എന്നിവ വളരെ ശക്തമായി തുടരും. ഇത് ബന്ധത്തിൽ കൂടുതൽ ഫലങ്ങൾ നൽകുന്നു. എന്നാൽ ജാതകത്തിൽ മറ്റെല്ലാം അനുകൂലമായി വന്നാൽ ഗണപ്പൊരുത്തം വർജിക്കാം. ദേവഗണക്കാരും അസുരഗണക്കാരും തമ്മിലുള്ള ദാമ്പത്യത്തിൽ കലഹരസം കൊടിയേറും എന്നാണ് അഭിജ്ഞാമതം. അതൊരു ദേവാസുരം തന്നെയാവും. ഭർത്താവും ഭാര്യയും ദേവാസുരഗണത്തിൽപ്പെട്ടവരായാൽ ദാമ്പത്യ ജീവിതത്തിൽ കുരുക്ഷേത്ര സ്മരണകൾ ശോകനീലിമയായി കടന്നുകൂടാം. പുണർദം, അനിഴം, പൂയം, അത്തം, തിരുവോണം, രേവതി, അശ്വതി, മകീര്യം, ചോതി ഈ നക്ഷത്രക്കാർ ദേവഗണങ്ങളാണ്. ചിത്തിര, തൃക്കേട്ട, അവിട്ടം, കാർത്തിക, മൂലം, വിശാഖം, ചതയം, മകം, ആയില്യം എന്നീ 9 നക്ഷത്രക്കാർ അസുരഗണങ്ങളാണ്. ഭരണി, രോഹിണി, തിരുവാതിര, പൂരം, ഉത്രം, പൂരാടം, ഉത്രാടം, പൂരുരുട്ടാതി, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ മനുഷ്യഗണത്തിലും ഉൾപ്പെടുന്നു. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ.